വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. ഓർഡർ ആൻഡ് റാങ്കിങ്ങിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ എന്താണ് വിത്ത് ഓവർലാപ്പിംഗ്, വിത്തൗട്ട് ഓവർലാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാൻ പോകുന്ന കുറച്ച് പസിൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണ് പസിലാണ്, കുറച്ച് കൺഫ്യൂഷൻ ആകുന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ ചെറിയ രണ്ട് കാര്യങ്ങൾ എന്താണ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളതും എ ഈസ് ടോളർ ദാൻ ബി എന്നുള്ളതൊക്കെ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നേക്കാം. അതെങ്ങനെയാണ് നമ്മളൊന്ന് എഴുതുന്നതെന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, അതിൽ അങ്ങനെ പറയുന്നതിന് എന്താണ് എ ആണ് ബീനേക്കാൾ വലുതെന്നാ. അപ്പോൾ എയിനെയും ബീനെയും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് പിന്നെ എന്താണ് എങ്ങനെയാണ് ഇത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ഇങ്ങനെ ഇതാ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി അടുത്തതോ എ ലെസ് ദാൻ ബി എന്നും എ ഷോർട്ടർ ദാൻ ബി എന്നും. എന്ന് വെച്ചാൽ ബീനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ എ എന്താണ് അതിനേക്കാൾ കുറവാണ്. അപ്പോൾ എന്താണ് എ ബി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിനെങ്ങനെ എഴുതുക എ ലെസ് ദാൻ ബി. ഇതാണ് ഗ്രേറ്റർ ദാൻ, ഇതാണ് ലെസ് ദാൻ. അപ്പോൾ എന്താണ് ഇതെങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വായു പോലത്തെ ഒരു ഭാഗമല്ലേ, ഈ തുറന്ന ഭാഗത്താണ് എന്താണ് വലുതുണ്ടാകുക, ഈ അടഞ്ഞ ഭാഗത്ത് അല്ലെങ്കിൽ ചെറുതായി നിൽക്കുന്ന ഭാഗത്താണ് എന്താണ് ചെറുതുണ്ടാകുക. അപ്പോൾ ഒന്നുകൂടി നോക്കുകയാണ് ഇവിടെ ഇതാ, അപ്പം ഇവിടെയാണ് വലുതുണ്ടാകുക, ഇവിടെയാണ് ചെറുതുണ്ടാകുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അതാ ഇത് തല തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് വലുതുണ്ടാകുക, ഇവിടെയാണ് ചെറുതുണ്ടാകുക. ചിലപ്പോൾ ഈക്വൽ രണ്ടിൻ്റെ പിന്നെ എന്താണ് വെയിറ്റ് അല്ലെങ്കിൽ രണ്ടും ഈക്വലാണ്, എ ഈക്വൽ ടു ബി എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഈ ഈക്വൽ എന്നിട്ട് മതി. റെഡി, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എന്താണ് among 5 persons S is shorter than K but taller than R, M is tallest, A is shorter than K, taller than S. ഇങ്ങനെ ടോളർ ഷോർട്ടർ എന്താണ് ടോളസ്റ്റ് ഷോർട്ടസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ആകെ എത്ര ആൾക്കാരുണ്ട് നോക്കണം. ഇപ്പോൾ എത്രയാണ് ഇവിടെ എത്രയാണ് 5 ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒരു വര വരച്ച് വെക്കുക. എന്നിട്ട് എന്താണ് എത്ര ആൾക്കാരെന്നുള്ള അടയാളപ്പെടുത്തുക. 1 2 3 4 5, ഈ 5 ആൾക്കാരേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വേറെ ആൾക്കാരൊന്നുമില്ല. അത് അടയാളപ്പെടുത്തി വെച്ച് ഇനി എന്താണ് ക്വസ്റ്റ്യൻ വായിക്കുക. എസ് ഈസ് ഷോർട്ടർ ദാൻ കെ, എസ് ഈസ് ഷോർട്ടർ ദാൻ കെ എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതെങ്ങനെ എഴുതുക, എസ് ഈസ് ഷോർട്ടർ ദാൻ കെ എന്ന് പറയുമ്പോൾ എസ് ലെസ് ദാൻ കെ. റെഡി, എസ് കെനേക്കാൾ ചെറുതാണെന്നാണ് പറഞ്ഞത്. ബട്ട് ടോളർ ദാൻ ആറ്. നോക്കണേ, എസ് ഈസ് ഷോർട്ടർ ദാൻ കെ എന്ന് ബട്ട് ടോളർ ദാൻ ആർ എന്ന്. അപ്പോൾ ഒരു ഡൗട്ട് വരും, കെയിനേക്കാൾ ടോളർ ദാൻ ആറാ, അല്ല കെ എന്ന് പറയുന്നത് ടോളർ ദാൻ ആറാന്ന് തോന്നുന്നു. അല്ല, എസ് ഈസ് ഷോർട്ടർ ദാൻ കെ ബട്ട് ടോളർ ദാൻ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എന്താണെന്ന് പറഞ്ഞാൽ ആറിനേക്കാൾ വലുതാണ് എന്നാണ് പറയുന്നത്. എസ് ആറിനേക്കാൾ വലുതാണ്. എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക, എസ് ആറിനേക്കാൾ വലുതാണ്. ഇതാ റെഡി, ഇതാ നോക്കണേ, എസ് ഈസ് ഷോർട്ടർ ദാൻ കെ, എസ് കെയിനേക്കാൾ ചെറുതാണ്, എസ് ടോളർ ദാൻ ആറ്. ബട്ട് എന്ന് വരുമ്പോൾ എന്താണ് ഇങ്ങനെയാണ് വരുന്നത്. ഈ ആദ്യത്തെ ഇതിൽ തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എസ് ഈസ് ഷോർട്ടർ ദാൻ കെ, കെയിനേക്കാൾ ചെറുതാണ്, ബട്ട് ടോളർ ദാൻ ആറ്, ആറിനേക്കാൾ വലുതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഞാനിതൊരു ഇനീക്വാളിറ്റി ഇത് വെച്ചിട്ടുണ്ട്. ഇനി എം ഈസ് ദ ടോളസ്റ്റ്, എം ഈസ് ദ ടോളസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇതാ ഞാനിവിടെ വരച്ച് വെച്ചില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും ചെറുതിനെ ഞാനിവിടെ ഷോർട്ടർ, ഏറ്റവും വലുതിനെ ഇവിടെ എഴുതി. എങ്ങനെയാണ് ഇത് എഴുതുന്നത്, ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതുന്നത്. ഇവിടെ ഏറ്റവും ചെറുത്, പിന്നെ ചെറുത്, അല്ല ഏറ്റവും ചെറുത്, അതിനേക്കാൾ കുറച്ച് വലുത്, പിന്നെ അതിനേക്കാൾ വലുത്, എങ്ങനെ ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും വലുത്. അപ്പോൾ എന്താ പറയുന്നത്, എം ഈസ് ദ ടോളസ്റ്റ്. അപ്പോൾ എമ്മിനെ എവിടെ എഴുതണ്ടേ, ഇവിടെ എം ഈസ് ദ ടോളസ്റ്റ്. ഇനി എ ഈസ് ഷോർട്ടർ ദാൻ കെ ബട്ട് ടോളർ ദാൻ എസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ ഈസ് ഷോർട്ടർ ദാൻ കെ എന്നാ എ ഇതാ, എ ഷോർട്ടർ ദാൻ കെ. റെഡി, ആൻഡ് ബട്ട് ടോളർ ദാൻ എസ്, എ എന്താണ് ടോളർ ദാൻ എസ്സിലാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ 2 എണ്ണം ഉണ്ട്, ഇവിടെ ആകെ 3 എണ്ണല്ലേ 4 എണ്ണല്ലേ അടയാളപ്പെടുത്താനുള്ളൂ. അപ്പോൾ ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം, മൊത്തം കൺഫ്യൂഷനായി. ഇതെങ്ങനെയാണ്, ഞാനിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താ നോക്കാമേ. ഇവിടെ എസ് ഉണ്ട്, ഇവിടെ കെയും ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എഴുതാ, ഈ ആറ് ലെസ് ദാൻ എസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാ വരിക, കെ ആണോ വരിക, അല്ല എസ്സിനേക്കാളും എന്താണ് കുറച്ചുകൂടി വലുത് എ ആണ്, അത് കഴിഞ്ഞിട്ടാണ് കെ വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ എ എന്ന് എഴുതി. ഇനി ഏതാ വരിക, ഇനി ഏതാ കെ അല്ലേ വരിക. റെഡി, ഇതെങ്ങനെയാണ് വന്നേ, ഇനി നോക്ക്, എസ്സിനേക്കാൾ ചെറുതാണ് എസ്, എന്താണ് അല്ല കെയിനേക്കാൾ ചെറുതാണ് എസ്, പക്ഷെ അതിൻ്റെ രണ്ടിൻ്റെ നടുവിലൊരു എ ഉണ്ട്, അതല്ലേ എഴുതിയിട്ടുള്ളതാ, എസ് എ കെ. നോക്ക്, ഈ രണ്ടും കൂടി മിക്സാക്കി എഴുതിയിട്ടുള്ളൂ. ആറ് ആദ്യത്തിൽ 6 ഗ്രേറ്റർ ദാൻ 6 ലെസ് ദാൻ എസ്, 6 ലെസ് ദാൻ എസ്,
ലെസ് ദാൻ കെ, എസ് ലെസ് ദാൻ കെ. റെഡി? ആൻഡ് എസ് ലെസ് ദാൻ എ ആൻഡ് എ ലെസ് ദാൻ കെ. ഇതാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അടയാളപ്പെടുത്താൻ പറ്റുമോ? ആറിനേക്കാൾ വലുതാണ് എസ്, എസിനേക്കാൾ വലുതാണ് എ, പിന്നെ എനേക്കാൾ വലുതാണ് കെ. ആകെ നമുക്ക് എത്ര എണ്ണ ബാക്കിയുള്ളത്? 4 എണ്ണം അല്ലേ. അപ്പോൾ ഇതെങ്ങനെ അടയാളപ്പെടുത്തുക? ഇവിടെ 6 എസ് എ കെ എന്ന് അടയാളപ്പെടുത്താൻ പോരെ. ഇനിയിപ്പോൾ ഇവിടെ തന്നില്ലായിരുന്നെങ്കിൽ, ഇവിടെ എം തന്നില്ലായിരുന്നെങ്കിൽ എന്താണ് നമുക്ക് കൺഫ്യൂഷൻ ആകുകയായിരുന്നു. പക്ഷേ എന്താ, ഇവിടെ ആകെ 4 എണ്ണേ പ്ലേസ്മെൻ്റ് ഉള്ളൂ, അല്ല പ്ലേസ് ഉള്ളൂ. പക്ഷേ എന്താണ് 4 ആൾക്കാർ തന്നെയാണ് എന്താണ് പ്ലേസ് ചെയ്യാനുള്ളതും. അപ്പോൾ എന്താ, ഈ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് 6 എസ് എ കെ എം. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാ ഇതിൽ? 6 അതിനേക്കാൾ വലുത് ഏതാണ്? എസ് ആണ്. പിന്നെ എ ആണ്, പിന്നെ കെ ആണ്. ഏറ്റവും ടോളസ്റ്റ് ഏതാണ്? എം ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഏതാ? വിച്ച് ഈസ് ദ, അല്ലെങ്കിൽ ഹൂ ഈസ് ദ ടോളസ്റ്റ് എമംഗ് ദം എന്നാ. ഇതിൽ ഏറ്റവും അല്ല സെക്കൻഡ് ടോളസ്റ്റ് എമംഗ് ദം എന്നാ. അപ്പോൾ ടോളസ്റ്റിൽ രണ്ടാമത്തത് ഏതാ? ഇതിൽ ടോളസ്റ്റിൽ രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഏറ്റവും ടോളസ്റ്റ് ഇതാണ്, സെക്കൻഡ് ടോളസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ തേർഡ് ടോളസ്റ്റ് എന്നാണെങ്കിൽ ഏതായിരിക്കും? ഫസ്റ്റ് ടോളസ്റ്റ്, സെക്കൻഡ് ടോളസ്റ്റ്, തേർഡ് ടോളസ്റ്റ്. ഫോർത്ത് ടോളസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ടോളസ്റ്റ്, സെക്കൻഡ് ടോളസ്റ്റ്, തേർഡ് ടോളസ്റ്റ് ആൻഡ് ഫോർത്ത് ടോളസ്റ്റ്. ആൻസർ ഏതാ വരിക? എസ് ആയിരിക്കും വരിക. ഇപ്പോൾ ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാ? കെ ആണ് ആൻസർ വരിക. ഇനിയിപ്പോൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് വരാൻ ചാൻസ് ഉള്ളത്. ചിലപ്പോൾ ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ നമ്മൾ പറഞ്ഞ ഒരു എന്താണ് ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ നോൺ ഓവർലാപ്പിംഗ് എന്നുള്ള കൺസെപ്റ്റ് അധികം വന്ന് കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻസിൽ. അധികം വരെയുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ അതിൻ്റെ എന്താണ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോൾ ഏതാണ് വിച്ച് ഈസ് ദ തേർഡ് ടോളസ്റ്റ്, അല്ലെ വിച്ച് ഈസ് ദ ഫോർത്ത് ടോളസ്റ്റ്, അല്ലെ വിച്ച് ഈസ് ദ സെക്കൻഡ് ടോളസ്റ്റ്, അല്ലെങ്കിൽ വിച്ച് ഈസ് ദ തേർഡ് ടോളസ്റ്റ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക ചിലപ്പോൾ. അപ്പോൾ എന്താണ്, ഇതാണ് ഒരു ഡെമോ ക്വസ്റ്റ്യൻ, പസിൽസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞതിൽ ഒരു ഡെമോ ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെഡി? ഇപ്പോൾ 5 പേഴ്സൺസ് സ്കോർഡ് ഡിഫറെൻറ്റ് മാർക്ക് ഇൻ എൻ എക്സാമിനേഷൻ. ഒരു എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ട്. ആകെ 5 ആൾക്കാർ അതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 5 ആൾക്കാർക്കും ഡിഫറെൻറ്റ് മാർക്കാണ്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒരു വര വരച്ചിട്ടുണ്ട്. 5 ആൾക്കാരെ അടയാളപ്പെടുത്തണം. 1 2 3 4 5. റെഡി? ഇനി ഇഫ് ക്യൂ എന്താണ് ഇനി പറയുന്നത്? എന്താ? ക്യൂ സ്കോർ മോർ മാർക്സ് ദാൻ എസ് ആൻഡ് ടി ഓൺലി. അപ്പോൾ ക്യൂ എന്താ പറയുന്നത്? ക്യൂ എന്ന് പറയുന്നത് എസിനെയും ടീനെയും കാളും മാർക്ക് സ്കോർ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ എന്താണ് ക്യൂ സ്കോർഡ് മോർ മാർക്ക് ദാൻ എസ് ആൻഡ് ടി ഓൺലി. ക്യൂ എന്താണെന്ന് പറഞ്ഞാൽ എസിനെയും ടീനേക്കാളും എന്താണ് മാർക്ക് സ്കോർ ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് അതിനേക്കാൾ കൂടുതൽ വേറെ ആരും മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടോ? അല്ല, ഇവിടെ പറയുന്നത് എന്താ? ക്യൂ സ്കോർ മോർ മാർക്സ് ദാൻ എസ് ആൻഡ് ടി ഓൺലി. അപ്പോൾ എസും ടീനേക്കാളും മാത്രമേ എന്താണ് ക്യൂ മാർക്ക് സ്കോർ ചെയ്തുള്ളൂ. വേറെ ഏതെങ്കിലും അതിനേക്കാൾ സ്കോർ ചെയ്തിട്ടുണ്ടാകുമോ? അല്ല, അതിനേക്കാൾ കുറഞ്ഞ സ്കോർ ചെയ്തിട്ടുണ്ടാകുമോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ് ഏറ്റവും കുറഞ്ഞ സ്കോർ? ലോവസ്റ്റ് സ്കോറാണ്. ഇവിടെ ഹയസ്റ്റ് സ്കോറാണ്. അപ്പോൾ എന്താ പറയുന്നത്? ക്യൂ എസിനെയും ടീനേക്കാളും മാത്രമേ സ്കോർ ചെയ്യുന്നുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യുക? അത് എങ്ങനെ മാർക്ക് ചെയ്യുക? ഇപ്പോൾ സപ്പോസ് എസും ടിയും എവിടെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്യൂ എവിടെ വരിക? ഇവിടെ വരുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നതും കൂടി എന്താണ് അതിനേക്കാളും കുറഞ്ഞായിരിക്കില്ലേ. അപ്പോൾ എസും ടിയും എവിടെയാണെങ്കിൽ ക്യൂ എന്തായിരിക്കും? ഇവിടെ വരും. അപ്പോൾ പക്ഷേ അതിനെന്താണ് എസോ ടിയോ ഏതാണ് വലുതെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ തൽക്കാലം ഞാനെന്താ ഇവിടെ എസ് ഓർ ടി എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ എസ് ഓർ ടി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എസ് ആണെങ്കിൽ ഇവിടെ ടി വരും, ഇവിടെ ടി ആണെങ്കിൽ ഇവിടെ എസ് വരും. അത്രയേ ഉള്ളൂ. എന്താണ് ക്യൂ സ്കോർ മോർ മാർക്ക് ദാൻ എസ് ആൻഡ് ടി ഓൺലി. എസിൻ്റെയും ടീനേക്കാളും മാത്രമേ എന്താണ് ക്യൂ സ്കോർ ചെയ്തിട്ടുള്ളൂ. ഇനി എന്താണ് പറയുന്നത്? വൈൽ ആർ ഡസ് നോട്ട് സ്കോർ ദ ഹയ്യസ്റ്റ് മാർക്ക്. ആർ എന്താണെന്ന് പറഞ്ഞത്? ഹയ്യസ്റ്റ് മാർക്ക് അല്ലാന്ന്. ഇതിലേതാ ഹയ്യസ്റ്റ് മാർക്ക്? ഇവിടെ അല്ലേ. അപ്പോൾ ഇവിടെ 6 അല്ലാന്ന് തന്നിട്ടുണ്ട്. 6 അല്ലാന്ന് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ 6 എവിടെയാണ് ഇടുക? ആകെ ഇവിടെ ഒരു പൊസിഷനിലേ ഉള്ളൂ. അപ്പോൾ 6 ഇതാ എവിടെയായി. ഇനി ഏതാ ബാക്കിയുള്ള ഒരു പൊസിഷനുണ്ട്, ഒരു നമ്പർ, ഒരു ലെറ്ററും ഉണ്ട്. ഇതിലേതാ? പി ആയി? ഇല്ല, പി ആയില്ല. ക്യൂ ആയിട്ടുണ്ട്, ആർ ഉണ്ട്, എസ് ഉണ്ട്, ടി ആയിട്ടുണ്ട്. ഇനി ഏതാടാ? ഇവിടെ ഏതാ വരിക? പി അല്ലേ വരിക. റെഡി? ഇനി എന്താണ് ക്വസ്റ്റ്യൻ? എന്തേ ബാക്കിയുണ്ടോ? ദെൻ ഹൂ അമംഗ് ദ ഫോളോയിങ് ആസ് ദ സെക്കൻഡ് ഹയസ്റ്റ് മാർക്ക്. ഇതിലേതാണ് സെക്കൻഡ് ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്തതെന്ന് പറയുന്നത്? അപ്പോൾ ഈ ക്യൂവിൻ്റെ എസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആകെ ഏതാ സെക്കൻഡ് ഹയസ്റ്റ് ആയിട്ടുള്ള ഈ 6 മാത്രം മാർക്ക് ചെയ്താൽ മതി. റെഡി? ഇനി
അടുത്ത ക്വസ്റ്റ്യൻ. ഇതാണ് പറഞ്ഞ പസിൽ ടൈപ്പ് എന്ന് പറയുന്നത്. എന്താണ്, ചെറിയൊരു ഒരു ഡീറ്റെയിൽസ് തരും, എന്നിട്ട് എന്താണ് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ 4-5 ക്വസ്റ്റ്യൻസിലായിരിക്കും വരിക. എന്താണ് ഇതിൽ നോക്കുന്നത്, വിച്ച് ഈസ് ദ ഫോർത്ത് ഷോർട്ടസ്റ്റ്, ഹൗ മെനി റോപ്സ് ആർ ഷോർട്ടർ ദാൻ എച്ച്, വിച്ച് റോപ്പ് ഈസ് ദ സെക്കൻഡ് ലോങ്ങസ്റ്റ്, ഇങ്ങനെയൊക്കെ 3 ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ആദ്യം അങ്ങനെ എന്താണ് പസിൽ പോലെ ചെയ്ത് വെക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, 6 റോപ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ആദ്യം തന്നെ ഒരു വര വരയ്ക്കുക. റെഡി, 1 2 3 4 5 6. ഇനി എഫ് ഈസ് ലോങ്ങർ ദാൻ ഇ ബട്ട് ഷോർട്ടർ ദാൻ ഐ. എഫ് ഈസ് ലോങ്ങർ ദാൻ ഇ ബട്ട് ഷോർട്ടർ ദാൻ ഐ. റെഡി, എഫ് ലോങ്ങർ ദാൻ ഇ എന്ന് വെച്ചാൽ ഇനേക്കാൾ വലുതാണ് എഫ്, പിന്നെ എന്താണെന്ന് പറഞ്ഞത് ബട്ട് ഷോർട്ടർ ദാൻ ഐ. അപ്പോൾ എഫ് ഐനേക്കാൾ ചെറുതാണ്. ദെൻ അടുത്തതാ ജെ ഈസ് ലോങ്ങർ ദാൻ എഫ് എന്നാ. ജെ ഈസ് ലോങ്ങർ ദാൻ എഫ്. ഇവിടെ ഐ ഉണ്ട് ജെ ഉണ്ട്, മാറിപ്പോരുത്. ജെ ഈസ് ലോങ്ങർ ദാൻ എഫ്. ഇനി ഐ ഈസ് ഷോർട്ടർ ദാൻ ഓൺലി ജി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൺലി ജി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ഇത് വെക്കാണ്ട്, ഇവിടെ എന്താണ് ഏറ്റവും കുറഞ്ഞ ലെങ്ത്ത് കുറഞ്ഞുള്ളതിനെ ഞാൻ ഇവിടെയാണ് എഴുതുന്നത് ലോ. ഇവിടെ എന്താണ് ലെങ്ത്ത് കൂടുതലുള്ളതിനെ ഹൈ. വേണമെങ്കിൽ തലതിരിച്ച് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അടയാളപ്പെടുത്തുമ്പോൾ എന്തായി, അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇവിടുന്ന് അങ്ങോട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ലെങ്ത്ത് കുറഞ്ഞ അവിടെയാണ്, ഏറ്റവും ലെങ്ത്ത് കൂടി എവിടെയാണുള്ളത്. അപ്പോൾ എന്താണ് പറയുന്നത്, ഐ ഈസ് ഷോർട്ടർ ദാൻ ഓൺലി ജി എന്നാണ്. ഓൺലി ജീനേക്കാൾ മാത്രമേ എന്താണ് ഐ ഷോർട്ടർ തന്നെ ആവുള്ളൂ. അതെങ്ങനെയാണെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു പി എടുത്ത്, അതെന്താണ്, അത് ഐനേക്കാളും എന്താണ് എന്തായിരിക്കും കുറവായിരിക്കും, ഐനേക്കാൾ കുറവായിരിക്കും. കാരണം എന്താ, ഐ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ജീനേക്കാൾ മാത്രമേ കുറവാകുന്നുള്ളൂ. അതെങ്ങനെ വരിക, കണ്ടീഷൻ എങ്ങനെ വരിക? ഞാനിപ്പോൾ ജീനത് എവിടെ എഴുതി, ഐന് എവിടെ എഴുതി, എടീ ഇനിയിപ്പോൾ ഞാനിതവിടെ പി, ഇവിടെ ക്യൂ, ഇവിടെ ആർ എസ് ടി എന്നൊക്കെ എഴുതി അടിക്കേ, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വിചാരിക്കേ. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഐ ഏതിനേക്കാൾ എന്താണ് ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാ, ഐ ഈസ് ഷോർട്ടർ ദാൻ ഓൺലി ജി എന്നാ. ഇതിൽ ഏതാണ് ഐനേക്കാളും ഷോർട്ടർ ആയിട്ടുള്ളത്? അല്ല, ഐനേക്കാളും ഐ ഷോർട്ടർ ദാൻ ഓൺലി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐനേക്കാളും ഹയ്യർ ആയിട്ടുള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അത് ജി മാത്രമേ ഉള്ളൂ എന്നാ. ഇതിൽ ഐനേക്കാളും ഹയ്യർ ആയിട്ട് ഏതാണുള്ളത്, ജി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായി, ഞാനിപ്പോൾ അടയാളപ്പെടുത്തി ശരിയായില്ലേ. അപ്പോൾ എന്തായി, ഇത് വെറുതെ ഞാൻ ഒരു അസ്യൂം ചെയ്താണ്, അതവിടെ മാച്ച് കളയാം. ഇനി എന്താണ് ബാക്കിയുള്ളത് നോക്കാം. ഇ ഈസ് നോട്ട് ഷോർട്ടസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഇ ഈസ് നോട്ട് ഷോർട്ടസ്റ്റ്. ഏതാ ഷോർട്ടസ്റ്റ്, ഏതാ ഇവിടെ ഇ ആണ്. അപ്പോൾ ഇവിടെ ഇയും അല്ല എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടണം. അപ്പോൾ എന്താ ചെയ്യണ്ടേ, നോക്ക്, ഇവിടെ ഇയും എഫും ഐയും ഉണ്ട്. അതെങ്ങനെ രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഐയും ജെയും തമ്മിൽ ഒരു കണക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ്, ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഐൻ്റെ ഇപ്പുറത്തേക്ക് ഏതും വരുള്ളൂ. അപ്പോൾ എന്താണ്, ഈ ഐനെ തൽക്കാലം നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതിനെ നമ്മളൊന്ന് ഇഗ്നോർ ചെയ്യുന്നു വിചാരിക്കുക. പിന്നെ പറയുന്നത് എന്താ, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുക. അപ്പോൾ ഇ എന്തായി, ഇ ലെസ് ദാൻ എഫ് ലെസ് ദാൻ ജെ എന്നായി. ഒന്നുമില്ല, ഈ ഗ്രേറ്റർ ദാൻ ഉള്ളത് തലതിരിച്ച് എഴുതിയെന്നുള്ളൂ. ഈ വലിയ വായി തുറന്നു നിൽക്കുന്ന ഭാഗത്താണ് വലുതുണ്ടാകുക. ഇവിടെ ഏതാണ്, ഇവിടെ എഫിനേക്കാൾ വലുത് ഏതാണ്, ജെ. ഇവിടെ എഫിനേക്കാൾ വലുത് ജെ അല്ലേ. ഇവിടെ എന്താണ്, ഇനേക്കാൾ വലുത് എഫാ, ഇവിടെ ഇനേക്കാൾ വലുത് എഫ് അല്ലേ. അപ്പോൾ എന്തായി, ഇവിടെ 3 കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെ ഇതിൽ പ്ലേസ് ചെയ്യുക? ഇവിടെ എന്തായാലും ഈ വരില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇനി എവിടെ വരാൻ ചാൻസ് ഉള്ളത്, ഇവിടെയല്ലേ വരാൻ ചാൻസ് ഉള്ളൂ. ഈ ഇവിടെ വന്ന്, പിന്നെ എന്താണ് എഫ് ഇവിടെ വന്ന്, പിന്നെ ജെ ഇതാ ഇവിടെ വന്ന്. അപ്പോൾ ഇനി എന്തായിരിക്കും, ഇനി ഒരെണ്ണം മാത്രമേ ഫില്ല് ചെയ്യാനുള്ളൂ. അതേതായിരിക്കും, ഇ ആയി, എഫ് ആയി, എച്ച് ആയോ, എച്ച് ആയിട്ടില്ല, ജി ആയിട്ടുണ്ട്, പിന്നെന്താണ് ഐ ആയി, ജെയു ആയി. അപ്പോൾ ഇനി ഏതാ വരാനുള്ളത്, എച്ച് മാത്രമേ വരാനുള്ളൂ. എച്ചിനെ ഇവിടെ ഇട്ട് റെഡി. അപ്പോൾ എന്തായി, ഇനിയാണ് ക്വസ്റ്റ്യനിലേക്ക് നോക്കേണ്ടത്. നമുക്കെന്തായി ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഇവിടെയാണുള്ളത്, ഏറ്റവും കൂടിയത് അവിടെയാണുള്ളത്. അപ്പോൾ എന്താണ് ഇനി ക്വസ്റ്റ്യൻസ് നോക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, വിച്ച് റോപ്പ് ഈസ് ദ ഫോർത്ത് ഷോർട്ടസ്റ്റ്. ഇതിൽ ഫോർത്ത് ഷോർട്ടസ്റ്റ് ഏതാ? എങ്ങനെ ഫോർത്ത് ഷോർട്ടസ്റ്റ് കാണുക? ഏറ്റവും ഫസ്റ്റ് ഷോർട്ടസ്റ്റ് ഏതാ? ഇതല്ലേ. പിന്നെ സെക്കൻഡ് ഷോർട്ടസ്റ്റ് ഇത്, തേർഡ് ഷോർട്ടസ്റ്റ് ഇത്, ഫോർത്ത് ഷോർട്ടസ്റ്റ് ഏതാണ്? ജെ. ആൻസർ ഏതാ വരിക? ജെ വരും. റെഡി. ഫോർത്ത് ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുത്തെ തേർഡ് ഹയസ്റ്റ് ആയിരിക്കും. ചിന്തിക്കാൻ നിൽക്കണ്ട. ഫോർത്ത് ഷോർട്ടസ്റ്റ് കാണാൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ബാക്കിൽ നിന്ന് ഏറ്റവും ഷോർട്ടറിന് അങ്ങോട്ട് ഉണ്ട് ഫോർത്ത് ഷോർട്ടസ്റ്റ്. അടുത്ത് ഹൗ മെനി റോപ്സ് ആർ ഷോർട്ടർ ദാൻ എച്ച് എന്നാണ് പറയുന്നത്. എച്ചിനേക്കാളും എന്താണ് ഷോർട്ടായിട്ടുള്ള എത്ര ഉണ്ടെന്ന്. എച്ചിനേക്കാളും ഷോർട്ടായിട്ട് എത്ര എണ്ണം ഉള്ളത്? ആരുമില്ലല്ലോ. നോക്ക്, എച്ച് അല്ലേ ഏറ്റവും ഷോർട്ടർ. അപ്പോൾ ഇതെന്താ ഈ ആൻസർ? 0 ആയി. റെഡി. ഇനി വിച്ച് റോപ്പ് ഈസ് ദ സെക്കൻഡ് ലോങ്ങസ്റ്റ് എന്ന് പറഞ്ഞത്.
സെക്കൻഡ് ലോങ്ങസ്റ്റ് ഏതാ? ഇവിടെയാണ് ഏറ്റവും ലെങ്ത് കൂടുതലുള്ളത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലോങ്ങസ്റ്റ് ഏതായിരിക്കും? ഇത് ഫസ്റ്റ് ലോങ്ങസ്റ്റ്, ഇത് സെക്കൻഡ് ലോങ്ങസ്റ്റ്. ആൻസർ വരും. റെഡി? അപ്പോൾ ഇതാണ് 3 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ എന്താണ്, ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. എന്താണ്, നമുക്ക് ഈ സീരീസ് കിട്ടിയത്, ഈ പാറ്റേൺ മാത്രം കിട്ടിയാൽ മതി. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. There are 7 persons A, B, C, D, E and F, G. Each of them has a different height. അപ്പോൾ 7 പേഴ്സൺസ് എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ എന്താക്കിയാൽ വരച്ച് വെക്കുക. 1 2 3 4 5 6 7. ഇനി എന്താണ്, ഈച്ച് ഓഫ് ദം ഹാസ് ഡിഫറെൻറ്റ് ഹൈറ്റ്. ബി ഈസ് ടോളർ ദാൻ എ. അപ്പം തന്നെ വരച്ച് എഴുതി വെക്കുക. ബി ഈസ് ടോളർ ദാൻ എ ആൻഡ് ഇ എന്നുണ്ട്, എയും ഇയും ഉണ്ട്. ബട്ട് നോട്ട് ടോളസ്റ്റ് എന്നാണ് പറയുന്നത്. ബി എന്താണ്? നോട്ട് ടോളസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താണ് ഏറ്റവും കുറവ് ഹൈറ്റ് ഉള്ളവൻ, ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളവൻ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ബട്ട് നോട്ട് ടോളസ്റ്റ്. അപ്പോൾ ഏതാ ടോളസ്റ്റ് അല്ലാത്തത്? ബി ആണ് നോട്ട് ടോളസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ബി അല്ല എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ ബി അല്ല എന്ന് എഴുതി വെച്ച്, ബി അല്ല. റെഡി? ഇനി ഏതാണ് പറയുന്നത്? അടുത്തത് എഫ് ഈസ് ടോളർ ദാൻ ഓൺലി ജി എന്നാണ് പറയുന്നത്. ജീനേക്കാൾ മാത്രം ഏതാണ് എഫ് ടോളർ ആവുന്നുള്ളൂ. അതെങ്ങനെ എഴുതുക? ഞാൻ ജീനേക്കാൾ മാത്രമേ എഫ് ടോളർ ആവുന്നുള്ളൂ. ഞാനിപ്പോൾ എഫ് ഇവിടെ എഴുതി, ഇവിടെ ജി ഇവിടെ എഴുതി. ഇവിടെ നോക്ക്, ഇതിൽ എഫ് ഏതിനേക്കാൾ ടോളറാ? ജീനേക്കാൾ ടോളറല്ലേ. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സാധനം ഇവിടേക്ക് വരുമോ? ഇല്ല. ആകെ നമ്മൾ 7 അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ വേറെ ഒരു ടേം എടുക്കുക. അപ്പോൾ ബി എന്നുള്ളൊരു ടേം എടുക്കുക. ബി എന്നുള്ള ടേം ഇവിടേക്കല്ലേ വരുള്ളൂ. അതെന്തായാലും എഫിനേക്കാൾ എന്താണ്? ടോളർ അല്ലേ. എന്താണ്? എഫ് ഈസ് ടോളർ ദാൻ ഓൺലി ജി എന്നാ. എഫ് എന്താണ്? ജീനേക്കാൾ മാത്രമേ എന്താണ് ടോളർ ആവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അറേഞ്ച് വരിക. അടുത്തെന്താണ്? ഈക്വൽ നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ഷോർട്ടർ ആൻഡ് ടോളർ ദാൻ സി. അതെങ്ങനെയാണ് എഴുതുക? സീനെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, സീനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടേക്കും എന്താണെന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ 7 ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ സി എവിടെ വരിക? എത്രാമത്തെ വരിക? ഇതിൻ്റെ മിഡിൽ, 7 ആൾക്കാരുടെ മിഡിൽ ഏതാ? 4-മത്തതല്ലേ. നോക്ക്, 1 2 3, 4-മത്തെ. ഞാൻ ഇപ്പോൾ സീനെ അവിടെ വെച്ച് 1 2 3 1 2 3. എന്തായി? ഈക്വൽ നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ഷോർട്ടർ ആൻഡ് ടോളർ ദാൻ സി. സീനതാ 4-മത് വെച്ച്. അപ്പോൾ എന്തായി? ഷോർട്ടറും ടോളറും ഈക്വൽ ആയിരുന്നു. ഇനി എന്തായി? ബാക്കി അങ്ങ് എഴുതി വെച്ചാൽ പോരെ. ബി ഗ്രേറ്റർ ദാൻ എ ഇ എന്നുള്ള അതിൽ എവിടെ ബീനെ നമ്മൾ പ്ലേസ് ചെയ്യുക? അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ എ ഇ. ബീനെ എവിടെ പ്ലേസ് ചെയ്യുക? നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? എന്താണ് ഏറ്റവും ബി എന്താണ്? എയിനേക്കാളും വലുതാ. അപ്പോൾ ബീനെ എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല, കാരണം ബി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ്. പിന്നെ എന്താണ്? ബീനെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം അതിനേക്കാൾ ഷോർട്ടർ ആയിട്ടുള്ള എയും ഇയും ഉണ്ട്. അപ്പോൾ എന്താണ്? എയും ഇവിടെ ഒന്നും വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ബീനെ എവിടെ പറ്റുമോ? ഇല്ല. ബീന ആകെ പറ്റുന്ന എവിടെയാ? ഇവിടെയാണ് പറ്റുള്ളൂ. ബീന ഇവിടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എയും ഇയും എവിടെയാണ് വരിക? എയും ഇവിടെയോ വരും. പക്ഷേ എ ഏതാണ് അവിടെ എവിടെ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താക്കി? എ ഓർ ഇ എന്നും ഇവിടെ എ ഓർ ഇ എന്നും വരും. ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എ വരും. ഇവിടെ എന്താണ്? ഇ ആണെങ്കിൽ ഇവിടെ എ എന്ന് വരും. അപ്പോൾ എന്തായി? ഈ 6 നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇനി ഏതാ ഫില്ല് ചെയ്യാത്തതായിട്ടുള്ളത്? എ ഫില്ല് ചെയ്തിട്ടുണ്ട്, ബി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്? സി ഫില്ല് ചെയ്തിട്ടുണ്ട്, ഡി ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക? ഡി ആയിരിക്കും വരിക. റെഡി? ഇനി എന്താണ്? ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ടോളസ്റ്റ്? ഏതാ ടോളസ്റ്റ്? ഡി അല്ലേ. ആൻസർ ഡി. ടോളസ്റ്റ് ഏതാ? ഇത് ഏറ്റവും അറ്റത്തുള്ള ടോളസ്റ്റ് ഇത് അല്ലേ ഡി. അടുത്തേ ഹൗ മെനി പേഴ്സൺസ് ആർ ഷോർട്ടർ ദാൻ എ എന്നുള്ളത് കണ്ടാൽ മതി. അപ്പോൾ എന്താണ്? ഹൗ മെനി പേഴ്സൺസ് ആർ ഷോർട്ടർ ദാൻ എ. എയിനേക്കാൾ എത്ര പേഴ്സണാണ് ഷോർട്ടർ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ എ എവിടെയാണ് കാണാൻ പറ്റുമോ? ഇല്ല. ആൻസർ എന്താ വരിക? കനോട്ട് ഡിറ്റർമൈൻഡ് എന്നാണ് വരിക. ആൻസർ കനോട്ട് ഡിറ്റർമൈൻഡ്. ക്വസ്റ്റ്യനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ അവിടെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഹൗ മെനി പേഴ്സൺസ് ആർ ഷോർട്ടർ ദാൻ എ എന്നുള്ളത് കനോട്ട് ഡിറ്റർമൈൻഡ് എന്നാണ് വരിക. ഓപ്ഷനിൽ എന്തായിരിക്കും? കനോട്ട് ഡിറ്റർമൈൻഡ് ഇതുണ്ടാവും. അപ്പോൾ എന്താണ്? കനോട്ട് ഡിറ്റർമൈൻഡ് ആണ് കിട്ടിയ ആൻസർ. തെറ്റെന്ന് വിചാരിച്ച് ആരും അത് ക്ലിക്ക് ചെയ്യാതിരിക്കരുത്. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി വിച്ച് ഈസ് ദ തേർഡ് ടോളസ്റ്റ് എമംഗ് ദം? ഇതിൽ ഏതാണ് തേർഡ് ടോളസ്റ്റ്? ദ ഫസ്റ്റ് ടോളസ്റ്റ്, സെക്കൻഡ് ടോളസ്റ്റ്, തേർഡ് ടോളസ്റ്റ്. ഇതേതാ? ഐദർ എ ഓർ ഇ എന്നായിരിക്കും, അല്ലെങ്കിൽ ഐദർ എ ഓർ ഇ, അല്ലെങ്കിലും കനോട്ട് ഡിറ്റർമൈൻഡ് എന്ന് വരും. റെഡി? അപ്പോൾ ഇതാണ് എന്താണ്? പസിൽസ് ടൈപ്പ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ 4 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസോട് കൂടെ എന്താണ്? ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. എന്താണ്? ബേസിക് ലെവലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അഡ്വാൻസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് വരും വീഡിയോയിൽ കാണുന്നതാണ്.